ഹായ്, ഇന്നെനിക്ക് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ തളിര് ചേമ്പില. നമുക്ക് ഈ തളിര് ചേമ്പില കൊണ്ട് വേണം ഇന്നൊരു തോരൻ വെക്കാൻ. ഇത് തന്നെ തോരൻ വെക്കാമെന്ന് വെച്ചാലും നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളത് പോലും കിട്ടില്ല. അതുകൊണ്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഐറ്റം, ചുവന്ന ചീര. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന ഗ്രോ ബാഗുകളിലൊക്കെ അമ്മ നട്ടു വളർത്തിയതാണ്. ഞാൻ അതിനെ മുറിച്ചെടുത്തു. മുറിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ആ ചേമ്പിലയുടെ കൂടെ ഈ ചീരയും കൂടി അരിഞ്ഞിട്ടാലാണ് നമുക്ക് അത്യാവശ്യം ഒരു തോരനുള്ളത് കിട്ടുള്ളൂ. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പൊടിയുന്നുണ്ട്. അതേ കാണുന്ന മല കണ്ടോ? ആ മല നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ്. ആ മഴ പൊടിയുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് പോകാം. ചീരയെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ വീട്ടിൽ വളർത്തിയ ചീര ആയതുകൊണ്ട് ഫ്രഷ് ചീരയാണ്. നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളത്തോടു കൂടി അരിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇലയും തണ്ടും കൂടി കഴുകിയെടുക്കാം. ചേമ്പിൻ്റെ ഇലയ്ക്ക് വലുപ്പം കൂടുതലുള്ളതുകൊണ്ട് നമുക്കിത് കീറിയെടുക്കാം. കീറിയെടുക്കുമ്പോൾ നമുക്ക് അരിയാൻ എളുപ്പമുണ്ടാവും. നമ്മൾ കഴുകി വെച്ച ചീര ചേമ്പിലേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി. അപ്പോൾ നമുക്ക് അരിയുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവില്ല. അതാണ് നമ്മൾ കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ നമുക്ക് അരിയാം. ഇതും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം സവോള എടുത്ത് അരിയാം. അതിനുള്ള സവോളയും കൂടി ഇനിയാണ് അതിൻ്റെ കൂട്ട് വരുന്നത് മക്കളെ. തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും മിക്സ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അരയരുത്. നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ രുചിക്കൂട്ടുകളൊക്കെ ചേർക്കാൻ പോവുകയാണ്. ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുന്നു. അല്പം കറിവേപ്പില ഇടുന്നു. ഇനി നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അല്പം കൂടുതലായതുകൊണ്ട് നമ്മൾ പാകത്തിന് മാത്രമാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾക്ക് സവോള ഇനി അല്പം വാടട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവോള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേട്ടിട്ട് ഇളക്കാം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, പച്ചമുളക് എല്ലാം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് പോകണം. അതുവരെ ഒന്ന് ചൂടാവണം. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ചേമ്പിലയും കൂടി ഇതിലേട്ട് ചേരേണ്ട സമയമായി. ഇനി ഇതിലേട്ട് ഇങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആവിയിൽ കുറച്ച് നേരം വേവട്ടെ. അപ്പോൾ ആവി പൊങ്ങുന്നത് കാണുമ്പോൾ അറിയാം നമ്മുടെ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഞാനിവിടെ വിളമ്പി വെച്ചേക്കുന്ന ചോറിലേക്ക് ചീരത്തോരനും കൂടി വെക്കുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ അയലക്കറി ഇരിപ്പുണ്ട്. അത് ഞാൻ ചോറിൻ്റെ കൂടെ വെക്കുന്നു. ഇന്നലത്തെ ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റും കൂടി കൂടും. ഒരു ദിവസം കൂടി ഇരുന്ന് പുളിയൊക്കെ ആയി. ഇനി അയല വറുത്തതുണ്ട്. അതും ഒരു പീസ് എടുക്കുന്നു. അതും വെക്കുന്നു. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇച്ചിരി അല്പം അച്ചാറും കൂടി ആയാലോ. അപ്പോൾ ഞാൻ അച്ചാറും കൂടി എടുക്കുന്നു. അച്ചാറും കൂടി ഇത്തിരി ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം. ചൂട് ചോറും ഈ ചീരയും കൂട്ടിക്കുഴച്ച് മീനിൻ്റെ പീസിൽ നിന്ന് കുറച്ച് നുള്ളി എടുത്ത് ഇപ്പം തന്നെ നാവിൽ രുചി വരുന്നു. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ അങ്ങ് കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ പൊന്നൂസ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് പൊന്നൂസിന് ആദ്യം നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉച്ചയൂണ് അടിപൊളിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.